ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു. 2 മുതിർന്ന IPS ഓഫീസർമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധമുള്ള, ഞങ്ങൾ അവരുടെ പേര് സഹിതം വെളിപ്പെടുത്താൻ തയ്യാറാണ്. മുതിർന്ന 2 IPS ഓഫീസർമാർ ഈ SIT-യെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അന്വേഷണം സമയബന്ധിതമായി വെളിപ്പെടുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് വെളിപ്പെടുത്താൻ ഇപ്പോൾ ഈ ചർച്ചയ്ക്കിടെ താങ്കൾക്ക് വെളിപ്പെടുത്താനാകും ആരൊക്കെയാണ് ആ മുതിർന്ന IPS? ഞാനൊരു വളരെ കൃത്യമായി ഞാൻ പറയാം. എനിക്ക് ആ പേരുകൾ അറിയാം. പക്ഷേ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നേതാക്കൾ അത് വെളിപ്പെടുത്തുക, അതാണ് അതിന്റെ ഒരു യുക്തി എന്ന് പറയുന്നത്. കാരണം ഇവിടെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെയുള്ള ആളുകൾ അവർ വെളിപ്പെടുത്തും സമയബന്ധിതമായി തന്നെ. എനിക്ക് ആ പേരുകൾ അറിയാം, പക്ഷേ എനിക്ക് അതിന് പരിമിതിയുണ്ട് പറയുവാനായിട്ട്. 2 പേർ ഇടപെടുന്നുണ്ട്, 2 IPS ഉദ്യോഗസ്ഥർ ഇടപെടുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞാണ് ഡിസംബർ 5-ന് ഹൈക്കോടതി പറഞ്ഞു ഉദ്ദേശിച്ച വേഗത്തിൽ പോകുന്നില്ല അന്വേഷണം. ഏതോ മഹാകാര്യമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. SIT-യുടെ അന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നു പല ഘട്ടങ്ങളിലും ഹൈക്കോടതി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ ഡി മണിയിലേക്ക് ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. VD സതീശന് നേരത്തെ തന്നെ കാര്യങ്ങൾ അറിയാമായിരുന്നു. ഇതിൻ്റെ ചെയിൻ ഓഫ് ഈവൻസ് എങ്ങനെയാണ്, ആരിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നൊക്കെ VD സതീശൻ അറിയാമായിരുന്നു. അതാണ് നമുക്ക് കേരളത്തിലെ സമൂഹത്തിലുണ്ടാകുന്ന ഒരു സംശയം. നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു, അവിടെ ദ്വാരപാലക പീഠം കാണാതെ പോകുന്നു. അതിന് പിന്നാലെ നടന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു. അങ്ങനെ മാലപ്പടക്കം പോലെ പൊട്ടിയപ്പോൾ കണ്ടെത്തി അന്വേഷണം ചെന്നു ചേരുന്നത് ആരിലേക്ക് എത്തുന്നു? ആ ക്രിമിനൽ കോൺസ്പിറസി. ആ കോൺസ്പിറസിയിൽ ആരൊക്കെയാണെന്നുള്ളതല്ലേ കണ്ടെത്തേണ്ടത്. ഈ പറയുന്നത് പോലെ മുട്ടാപ്പോക്കി ന്യായങ്ങൾ SIT അങ്ങനെ പറഞ്ഞല്ലോ, അതോടൊപ്പം തന്നെ 2 ഉദ്യോഗസ്ഥരുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് ആരെ പറ്റിക്കാനാണ്? ശ്രീ സുരേഷ് കുമാർ. രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള സാവകാശം തരണം. അതിലൊന്നെന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് 2 ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ മുഴുവനും തന്നിലേക്ക് വിളിപ്പിച്ചിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ആരോപണം, അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ എങ്ങനെയാണ്, ഗൗരവതരമായിട്ടുള്ള ഒരു ആരോപണം ഞാൻ ഉന്നയിക്കുകയാണ് എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടി. ഇദ്ദേഹം കാടടച്ച് വെടിവെക്കുകയാണോ വേണ്ടിയിരുന്നത്? ഇത്രയും പ്രമാദമായിട്ടുള്ളൊരു വിഷയം കേരളത്തിൻ്റെ പൊതുസമൂഹം വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു കേസന്വേഷണത്തിൻ്റെ പാതി വഴിയിൽ വെച്ച് ഞാൻ 2 സീനിയറായിട്ടുള്ള IPS ഓഫീസർമാർ ഈ കാര്യത്തിൽ ഇടപെടുന്നുവെന്ന് ഞാൻ ആരോപണം ഉന്നയിക്കുകയാണെന്നാണോ അദ്ദേഹം പറയേണ്ടത്? അങ്ങനെ ആരെങ്കിലും ഇടപെടുന്നുണ്ട് എങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ആ പേരുവിവരം അവരെയെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ? കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയാനുള്ള ഉത്തരവാദിത്വം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനില്ലേ? ഇദ്ദേഹം പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇദ്ദേഹം ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ, ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ, എല്ലാ ബഹുമാനവും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ചില കോമിക് ക്യാരക്ടറുകളെ അനുസ്മരിപ്പിക്കുന്ന നിലയിലാണ്. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. അത് ബഹുമാനപ്പെട്ട മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളിക്കെതിരെ ചൊരിഞ്ഞ ആരോപണം മുതൽ ഇങ്ങേയറ്റം 2 IPS ഓഫീസർമാരുടെ കാര്യം വരെ പറഞ്ഞു നിൽക്കുന്നിടത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ അഭിപ്രായ പ്രകടനങ്ങൾക്കകത്തും ഈ ഒരു ബോഡി ലാംഗ്വേജും ഈ ഒരു രീതിയും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതല്ല കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശബരിമല പോലെ ഒരു വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് നടത്തേണ്ടുന്ന അഭിപ്രായ പ്രകടനം എന്ന് കരുതുന്നവരാണ്. ഇങ്ങനെയല്ല അഭിപ്രായം പറയേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഒരു അതിസമ്പന്നനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഈ കേസിൽ ആ അതിസമ്പന്നനെക്കുറിച്ചുള്ള വിവരം അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ ചെന്ന് പറഞ്ഞാൽ കൃത്യമായി ഈ SITക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വളരെ സഹായമാവില്ലേ? ഈ പ്രതികളിലേക്ക് ഏറ്റവും അടുത്തെത്താൻ ഈ കേസിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ആവശ്യപ്പെട്ടതുപോലെ തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയില്ലേ? രണ്ടാമത്തെ കാര്യം, ഇവിടെ നേരത്തെ രവീന്ദ്ര മാഷടക്കമുള്ള ആളുകൾ സൂചിപ്പിച്ച കാര്യമാണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ നിഷ്പക്ഷതയിൽ സംശയം ചൊരിഞ്ഞുകൊണ്ട് എന്തെല്ലാം കോലാഹലങ്ങളാണ് നിയമസഭയ്ക്കകത്തും പുറത്തും കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും കാണിച്ചിട്ടുള്ളത്. ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ കോടതിയുടെ പരാമർശങ്ങളെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി വളരെ കൃത്യമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഏത് കേസിൻ്റെയും അന്വേഷണത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കോടതിക്ക് ആ അന്വേഷണത്തെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. ആ പരാമർശത്തിൽ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു എന്ന രൂപത്തിലുള്ള നിലയിലുള്ള അഭിപ്രായ പ്രകടനം കോൺഗ്രസ് നടത്തുന്നത് കോൺഗ്രസ്സിന് വിഷയദാരിദ്ര്യമുള്ളത് കൊണ്ടാണ്. ഈ കാര്യത്തിൽ വിഷയദാരിദ്ര്യമുള്ളത് കൊണ്ടാണ്. കൃത്യമായി അന്വേഷണത്തിൻ്റെ പുരോഗതി സീലി വെച്ച കവറിൽ, അത് റിപ്പോർട്ടാക്കി തയ്യാറാക്കി സീലി വെച്ച കവറിൽ കോടതിയെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി ഒരിക്കലും ഈ അന്വേഷണത്തെ സംബന്ധിച്ച് സ്ഥായിയായി ഇതിൻ്റെ ഗതിവിഗതികളെ സംബന്ധിച്ച് ഒരു വിമർശനവും ഉന്നയിച്ചിട്ടില്ല.
ചില കാര്യങ്ങളെ സംബന്ധിച്ച് കോടതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അഭിപ്രായ പ്രകടനം ഉണ്ടാകും. അത് നാളെ പ്രതിപക്ഷത്തിനെതിരെ ഉണ്ടായാൽ അതാണ് അന്തിമ വിധി എന്ന് കരുതാൻ കോൺഗ്രസ് തയ്യാറാകുമോ? കോൺഗ്രസിന് നേതൃത്വം തയ്യാറാകുമോ? ഇല്ലല്ലോ. എന്തെല്ലാം വിധികൾ, എന്തെല്ലാം പരാമർശങ്ങൾ, അടിയന്തരാവസ്ഥ കാലം മുതൽ എന്തെല്ലാം പരാമർശങ്ങൾ കോൺഗ്രസിനെ വേട്ടയാടി ഇവിടെ വന്നിട്ടുണ്ട്. അന്നെല്ലാം ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയെ ഞങ്ങൾ അല്ലെങ്കിൽ ഈ പരാമർശത്തെ ന്യായീകരിക്കുന്നു, അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അപ്പാടെ ശിരസാ വഹിക്കുന്ന സമീപനമാണോ സ്വീകരിച്ചിട്ടുള്ളത്? അല്ല. ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. വളരെ ചെറിയ രീതിയിലുള്ള ഒരു പരാമർശം വന്നിട്ടുണ്ട്. ആ പരാമർശം തിരുത്തി അന്വേഷണ ഏജൻസി വളരെ കൃത്യമായി മുന്നോട്ട് പോവുകയാണ്. കൃത്യതയോടുകൂടിയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അവിടെ അങ്കലാപ്പോടുകൂടി ഈ കാര്യങ്ങളെ സമീപിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്. ഓരോ ദിനം കഴിയും തോറും കൂടുതൽ ഡിഫൻസിലാകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമടക്കമുള്ള ആളുകളാണ്. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, അദ്ദേഹം ഇവിടെ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് വിരോധാഭാസമാണ്, രസാവഹമായ മറുപടിയാണ്. അവിടെ ശബരിമലയുടെ പോറ്റിയായിട്ടുള്ള ഒരാൾ, ശബരിമലയുടെ പോറ്റിയൊന്നുമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എങ്ങനെയാണ് കടന്നു വന്നത് എന്നത് അന്വേഷണത്തിൻ്റെ പരിധിയിലിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് ഭക്തരുടെ അടക്കമുള്ള അവരെ വേദനപ്പെടുത്തുമെന്നുള്ളത് കൊണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരവടക്കം SITയുടെ അന്വേഷണ പരിധിയിലാണ്. ആർക്കാ അറിഞ്ഞൂടാത്തത്? അങ്ങനെ ഒരാളിനെ, ഒരു വ്യാജന്, ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ MP ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ആവർത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശേഷിപ്പിച്ചെന്താണ്? കാട്ടുകള്ളനെന്നാണ്. അത്തരം ഒരാൾ എങ്ങനെ സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് 10 ജൻപതിലേക്ക് എത്തിച്ചേർന്നു? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആവർത്തിക്കുന്നില്ല, ഇത്രമാത്രം ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലത്തേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ, അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന മറുപടിയാണ് കേരളത്തിലെ മാധ്യമങ്ങളെ നോക്കി, കേരളത്തിലെ ജനങ്ങളെ നോക്കി ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനർ പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം വല്ലാതെ പ്രകോപിതനാകുന്നത് കണ്ടു. എന്തിനാ പ്രകോപിതനാകുന്നത്? അദ്ദേഹത്തിന് മറയ്ക്കാനൊന്നുമില്ല എങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നേ സത്യസന്ധമായി മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയേണ്ടതായിട്ടുണ്ട്. ആത്മസംയമനം ഒട്ടും കൈവിടാതെ അദ്ദേഹം മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അത് പറഞ്ഞില്ലല്ലോ. അതല്ലേ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ കേരളത്തിലെ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രതിനിധികളോട് സുരേഷ് ഗോപി സ്റ്റൈലിൽ ഏറ്റുമുട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണോ വേണ്ടത്? അദ്ദേഹം കൃത്യമായി മറുപടി പറയണം. എന്തിനു പോയി, എന്തിനു കൊണ്ടുപോയി? പിന്നീട് അദ്ദേഹം രസാവഹമായി പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത്, ഞാനല്ല പോയത്, എന്നെ കൂട്ടിക്കൊണ്ടുപോയതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂട്ടിക്കൊണ്ടുപോകത്തക്ക നിലയിലേക്കുള്ള ബന്ധം, ആ കരുത്ത് അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി എന്ന് പറയാൻ കോൺഗ്രസിൻ്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ മറുപടി പറയാനുള്ള അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ മറുപടി കേൾക്കാൻ കേരളം കാതോർത്തിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം.